വഞ്ചിയൂരിലെ വഞ്ചനയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ബൂർഷ്വ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ടി വി ചാനലുകളൊക്കെ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ വന്നു കഴിഞ്ഞു. പത്രങ്ങളും അത് ഏറ്റുപിടിക്കാനാണ് സാധ്യത. ഇവർ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വഞ്ചിയൂരിൽ വെട്ടേറ്റ് മരിച്ച ധീര രക്തസാക്ഷി സഖാവ് വിഷ്ണുവിൻ്റെ സഹോദരൻ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ, ഈ കൊല ചെയ്യപ്പെട്ട വിഷ്ണുവിൻ്റെ പേരിൽ പാർട്ടിക്കാർ വലിയ പണപ്പിരിവ് നടത്തി. ഏതാണ്ട് 10 ലക്ഷം രൂപ സമാഹരിച്ചു. അതിൽ വെറും 5 ലക്ഷം രൂപ വിഷ്ണുവിൻ്റെ കുടുംബത്തിന് കൈമാറി. ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞ് പാർട്ടി ലോക്കൽ സെക്രട്ടറി ബാങ്കിൽ ഇട്ടു. പാർട്ടിയുടെ അനാമത്ത് ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പാർട്ടി മെമ്പർമാരെയോ അനുഭാവികളെയോ സഹയാത്രികരെയും നല്ലവരായ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. ഏതായാലും വിഷ്ണുവിൻ്റെ പേരിൽ ഒരു പിരിവ് നടത്തിയതാണല്ലോ, ഇനി എപ്പോഴും പിരിവ് നടത്തുന്നത് ഉചിതമല്ലല്ലോ എന്ന് കരുതി ഈ പണം പിരിക്കുകയും പിരിച്ച പണം ലോക്കൽ സെക്രട്ടറിയുടെ പേരിൽ അഥവാ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രക്തസാക്ഷിയുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് അപ്പോൾ അലോഹ്യമൊന്നും തോന്നിയില്ല. നമ്മളെ കൊണ്ടു നടന്നതും പാർട്ടിയാണല്ലോ, രക്തസാക്ഷിയെ സമ്മാനിച്ചതും പാർട്ടിയാണല്ലോ, ഇയാൾ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടാണല്ലോ നമുക്ക് 5 ലക്ഷം രൂപ കിട്ടിയത് എന്ന് കരുതി അവർ സാരമില്ല, പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴീക്കോടൻ രാഘവൻ മരിച്ചപ്പോഴും ഇതാണ് ചെയ്തത്. അന്ന് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പിരിവ് നടത്തി. രൂപയ്ക്ക് വിലയുള്ള കാലം. വലിയ സംഖ്യ പിരിച്ചു. അന്നത്തെ നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു. ഒരുപാട് പൈസ കിട്ടിയപ്പോൾ പാർട്ടിക്ക് പോകുന്ന ഇത്ര വലിയ സംഖ്യ ഈ അഴീക്കോടൻ രാഘവന്റെ കുടുംബത്തിന് കൊടുക്കുന്നത് ശരിയല്ല. കാര്യം പുള്ളി കുത്തേറ്റ് മരിച്ചു. പാർട്ടിക്ക് കനപ്പെട്ട ഒരു രക്തസാക്ഷിയെ കിട്ടി. എല്ലാ കൊല്ലവും നമുക്ക് പുഷ്പാർച്ചന നടത്താൻ രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണലിൽ വിരിക്കും, വർഗവികാരം സിന്ദാബാദ് എന്നൊക്കെ വിളിക്കാനും ഒക്കെ ഒരാളെ കിട്ടിയെങ്കിൽ പോലും ഇത്ര വലിയൊരു സംഖ്യ ഈ അഴീക്കോടൻ്റെ ദരിദ്രരായ കുടുംബാംഗങ്ങൾക്ക് കൊടുത്താൽ അവർ ബൂർഷ്വാസിയുടെ പല ദുശീലങ്ങളും സ്വായത്തമാക്കാൻ, അങ്ങനെ നമ്മുടെ വിപ്ലവ സംസ്കാരത്തെ തന്നെ മലിനമാക്കാൻ സാധ്യത തോന്നിയുണ്ട്. അന്ന് EMS AKG ഒക്കെ ഉള്ള കാലം. ഇങ്ങനെ വലിയ വലിയ നേതാക്കന്മാർ തല പുകഞ്ഞ് ആലോചിച്ചിട്ട് മുഴുവൻ പൈസ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പിരിച്ചതിനൊരു ഭാഗം കൊടുത്താൽ മതി, ബാക്കിയുള്ളത് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പാർട്ടിയുടെ ഫണ്ട് സമ്പുഷ്ടമായി. അപ്പം അതേ മാതൃകയാണ്, അതായത് EMS AKG കാണിച്ച അതേ മാതൃക തന്നെയാണ് വഞ്ചിയൂരെ ലോക്കൽ കമ്മിറ്റി പിന്തുടർന്നു. പിരിച്ച പൈസ മുഴുവനും ഈ രക്തസാക്ഷിയുടെ കുടുംബത്തിന് കൊടുത്തില്ല, ബാക്കിയുള്ളത് പാർട്ടിയുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ പാർട്ടി സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു സഖാവാണ്. പുള്ളി ഇതിൽ നിന്ന് നല്ലൊരു ഭാഗം വകമാറ്റി ചെലവാക്കി അദ്ദേഹത്തിൻ്റെ വീട് പണിക്ക് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വീടും ഉണ്ടാവില്ല നമുക്കറിയാം. എങ്കിൽ പോലും തറ മാർബിൾ ചെയ്യാനോ അത് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് വാങ്ങിക്കാനോ എന്താവശ്യത്തിന് പുള്ളിക്ക് കാശ് ചെയ്യാനോ പോകും. ഈ ഫണ്ടിൽ നിന്ന് എടുത്തു. അത് പിന്നീട് വിവാദമായി പുക്കാറായി. പുള്ളിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പറഞ്ഞു പാർട്ടിയിൽ ഒരു സാധാ മെമ്പറായിട്ട് പുള്ളി തുടരുകയാണ്. ഇപ്പോഴാണ് ഈ ധനരാജിന്റെ വിഷയം ഉയർന്നു വരുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ സഹോദരൻ പൊങ്ങി വന്നിട്ട് പറയുക, എൻ്റെ സഹോദരനെ വഞ്ചിച്ച് ഇയാളാണ്, ഇയാളെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കാൻ പോവുകയാണ്. അപ്പോൾ പാർട്ടിയിൽ കൊള്ളാത്തവനെ എങ്ങനെ CITUവിൻ്റെ സെക്രട്ടറി ആക്കും എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പക്ഷെ പാർട്ടി സെക്രട്ടറി സഖാവ് V ജോയിയുടെ പത്രസമ്മേളനം കണ്ട എല്ലാവർക്കും മനസ്സിലായി വഞ്ചിയൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. വഞ്ചിയൂരിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ ധനാഭരണം നടന്നില്ല, ധന ദുർവിനിയോഗം നടന്നില്ല. ആകെ സംഭവിച്ചത് ഈ വിഷ്ണുവിന്റെ ഫണ്ട് പിരിച്ചതിൽ രക്തസാക്ഷി കുടുംബത്തിന് കൊടുത്തത് കഴിച്ചു ബാക്കി വന്ന സംഖ്യ, അതായത് 10 ലക്ഷത്തിന്റെ പകുതിയായ 5 ലക്ഷം. 5 ലക്ഷം പാർട്ടിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇട്ടു. ഈ കേസിന് ഒരു കൗണ്ടർ കേസ് ഉണ്ടായിരുന്നു. കൗണ്ടർ കേസിൽ പ്രതികളായത് പാർട്ടി സഖാക്കളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ആ കൗണ്ടർ സഖാക്കളെ സഹായിക്കാൻ വേണ്ടി വക്കീലിനെ വെക്കുന്നതും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതും പ്രോസിക്യൂട്ടറെ സ്വാധീനിക്കുന്നതൊക്കെ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് പണം ചെലവാക്കേണ്ടതും പാർട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഈ പൈസ ചെലവാക്കി വക്കീൽ ഫീസ് കൊടുക്കാനായിട്ട് ഈ സംഖ്യ ഉപയോഗിച്ചു. പക്ഷേ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സഖാവിന് ചെറിയൊരു അക്കടി പറ്റി, പുള്ളി ഒരു നോട്ടപ്പശു പറ്റി. അതെന്ന് വെച്ചാൽ ഈ വക്കീൽ ഫീസ് കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുവാദം വാങ്ങി.
വക്കീൽ കാശ് കൊണ്ടാ എന്ന് പറയുമ്പോൾ ഇയാൾ ഉടനെ തന്നെ പൈസ ഡ്രോ ചെയ്ത് വക്കീലിനുകൊണ്ട് കൊടുത്തു. വക്കീലിന് അതിൻ്റെ റെസീറ്റ് കൊടുത്തില്ല. അപ്പോൾ എന്ത് പറ്റി വെച്ചാൽ ഇത് ലോക്കൽ സെക്രട്ടറി എടുത്ത് തന്നിഷ്ടപ്രകാരം ചെലവാക്കിയതാണ് എന്നൊരു തെറ്റിദ്ധാരണ പാർട്ടി പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സഹയാത്രികരുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാനിടയായി. അത് പാർട്ടിക്ക് അസാരം പേര് ദോഷമുണ്ടാക്കി. അല്ലെങ്കിൽ ഒരു ലോക്കൽ സെക്രട്ടറി തട്ടിപ്പ് നടത്താണെങ്കിൽ വെറും 5 ലക്ഷം രൂപയ്ക്ക് തട്ടിപ്പ് കൊടുത്തു. അത് തിരുവനന്തപുരം നഗരത്തിൽ വഞ്ചിയൂർ പോലെ തിരക്കേറിയ ജനബഹുലമായ ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ സെക്രട്ടറി 5 ലക്ഷം രൂപയുടെ തട്ടിപ്പെടുന്നത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 5 ലക്ഷമൊക്കെ നിസ്സാരമാണ്. അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അങ്ങനെയുള്ള ഒരു സെക്രട്ടറി സഖാവ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ജാഗ്രത കുറവ് കൊണ്ട് വക്കീൽ ഫീസ് കൊടുത്തിട്ട് റെസീറ്റ് വാങ്ങിക്കാതിരിക്കും, കണക്ക് കൃത്യമായി എഴുതാതിരിക്കും, ഈ പണം കൊടുത്തതിന് പാർട്ടിയുടെ മുൻകൂർ അനുവാദം വാങ്ങാതെ വരികയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ അച്ചടക്ക നടപടി എടുത്തത്. അല്ലാതെ ഈ രക്തസാക്ഷിയുടെ സഹോദരൻ ആരോപിക്കുന്ന പോലെയുള്ള യാതൊരു ദുർവിനിയോഗമോ മാൽ പ്രാക്ടീസോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വിശദീകരണം തൃപ്തികരമാണെന്ന് കണ്ടെത്തി അതങ്ങോട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് സാധാരണ പാർട്ടിക്കാരുടെ അഴീക്കോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അഭിമന്യുവിന്റെ കാര്യത്തിൽ ഇതില്ലേ ചെയ്ത് 3 കോടി രൂപ പിരിച്ചു. 25 ലക്ഷം കൊണ്ട് ഈ അഭിമന്യുവിന്റെ സഹോദരിയുടെ വിവാഹം നടത്തി. പാവപ്പെട്ട ആളുകളാണല്ലോ, അപ്പൊ വിവാഹത്തിനൊന്നും വലിയ ചെലവില്ല. ഒരു രക്തധാര അങ്ങോട്ടും ഒരു രക്തധാര ഇങ്ങോട്ടും കഴിഞ്ഞു. പിന്നെ വരുന്നവർക്കൊക്കെ ഒരു നാരങ്ങ വെള്ളമോ പരിപ്പ് വടയോ കട്ടൻ ചായയോ എന്ന് വെച്ചാൽ അത് കൊടുക്കണം. അപ്പൊ 25 ലക്ഷം രൂപ ചിലവായി. പിന്നെ ഒരു ചെറിയ വീട്, ലക്ഷം വീടിനേക്കാളും കുറച്ചുകൂടി വലിയൊരു വീട് പാർട്ടി സഖാക്കൾക്ക് താമസിക്കാൻ വേണ്ടി വിട്ടു. ബാക്കി പൈസ എന്ത് ചെയ്തു? ബാക്കി പൈസ കൊണ്ട് എറണാകുളത്ത് ലിസി ആശുപത്രിയുടെ അടുത്ത് മനോഹരമായൊരു കെട്ടിടം പണിച്ചു. അഭിമന്യു സ്മാരകം പണിച്ചു. ഈ പൈസ മുഴുവൻ അഭിമന്യുവിന്റെ വീട്ടുകാർ കൊടുത്തെങ്കിൽ എന്ത് സംഭവിച്ചത്? അവരാ കാശ് തൂർത്തടിച്ച് കളഞ്ഞത്. നേരെ മറിച്ച് സ്മാരകം പണിച്ചുകൊണ്ട് എന്ത് പറ്റി? SFIക്ക് എക്കാലവും അഭിമാനിക്കാൻ സഖാവ് അഭിമന്യുണ്ട്, അഭിമന്യുവിന്റെ സ്മാരകം. പിന്നെ ഈ സ്മാരകത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ലാത്തതുകൊണ്ട് വാടക കൊടുത്തു. അപ്പോൾ പാർട്ടിക്ക് ഒരു വരുമാനമായി. ഇതാണ് പാർട്ടിക്കാർ സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വേറൊരു ചെറിയ കാര്യം നിങ്ങൾ മറന്നു കാണുകയില്ലെന്ന് എനിക്ക് തോന്നുന്നു. 2020 തിരുവോണത്തിന്റെ തലേരാത്രിയിൽ, ഉത്രാട രാത്രിയിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം വെഞ്ഞാറമൂട്ടിൽ, തിരുവനന്തപുരം നഗരപരിധിക്കകത്ത് തന്നെ വെഞ്ഞാറമൂട് എന്നൊരു സ്ഥലമുണ്ട്. ഈ വെഞ്ഞാറമൂട്ടിൽ 2 വിഭാഗത്തിൽപ്പെട്ട ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഒരു വിഭാഗം ഗുണ്ടകൾ മോട്ടോർ സൈക്കിളിൽ വടിവാളുകളുമായിട്ട് വെഞ്ഞാറമൂട്ടിലെത്തി. മറുവിഭാഗം ഗുണ്ടകൾ ഇവരുടെ വരവും കാത്ത് അവരും വടിവാളുകളുമായിട്ട് കാത്തു നിൽക്കായിരുന്നു. ഇവർ വരുന്ന അവർക്ക് അറിയാമായിരുന്നു. ഈ 2 കൂട്ടരും തമ്മിൽ ഗംഭീരമായ ആക്രമണ പ്രത്യാക്രമണവും ഉണ്ടായി. ഈ മോട്ടോർ സൈക്കിളിൽ വന്ന ഗുണ്ടകൾ വടിവാളുമായി കാത്തു നിന്ന മറ്റു ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടി. CPMകാർ പറയുന്നത് ഈ കാത്തു നിന്ന ഗുണ്ടകൾ കോൺഗ്രസ്സുകാരും, മോട്ടോർ സൈക്കിളിൽ വന്ന ഗുണ്ടകളല്ലോ പാർട്ടി ധീര സഖാക്കൾ, അവർ വിപ്ലവകാരികളുമായിരുന്നു എന്നാണ്. ഏതായാലും വിപ്ലവകാരികളും പതിവ് വിപ്ലവകാരികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. 2 വിപ്ലവകാരികൾ വെട്ടേറ്റ് മരിച്ചു. അവരുടെ പേരും നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വിപ്ലവകാരിയുടെ പേര് ഹക്ക് മുഹമ്മദ് എന്നാണ്, മറ്റേ വിപ്ലവകാരിയുടെ പേര് മിഥിലാജ് എന്നാണ്. ഇതിൽ ഒരു വിപ്ലവകാരി CPMന്റെ ഒരു സഹയാത്രികനായിരുന്നു. മറ്റേ വിപ്ലവകാരി സത്യം പറഞ്ഞാൽ മരിക്കുന്ന അന്ന് വരെ SDPIക്കാരനായിരുന്നു, അതായത് പോപ്പുലർ ഫ്രണ്ടുകാരനായിരുന്നു. ഇവര് 2 ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗം ആണ് എന്നാണ് പറയുന്നത്. ഏത് മരിച്ച വിപ്ലവകാരികളും അതെ, അവരെ മരിപ്പിച്ച അഥവാ കൊന്ന പ്രതി വിപ്ലവകാരികളും അതെ, 2 ഗുണ്ടാ സംഘങ്ങളാണ്. അതുകൊണ്ടാണ് അവർ വടിവാളുമായിട്ട് വന്നു, മറ്റൊരു വടിവാളുമായിട്ട് കാത്തു നിന്നു. നമ്മളാരും വടിവാളുമായിട്ട് ആരെ സ്വീകരിക്കാൻ വേണ്ടി എങ്ങും കാത്തു നിൽക്കാറില്ല. അപ്പൊ ഈ ഏറ്റുമുട്ടൽ കഴിഞ്ഞു. 2 വിപ്ലവകാരികൾ പരലോകപ്രാപ്തരായി. ഈ വിവരം പറഞ്ഞ് സഖാബ് ഡബിള റഹീം അവിടെ പാഞ്ഞെത്തി. അന്ന് അതേ രാജ്യസഭാ മെമ്പറായിട്ടില്ല, എങ്കിലും പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അവിടെ എത്തുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് FIR അദ്ദേഹം പറഞ്ഞു കൊടുത്ത് തയ്യാറാക്കി. അങ്ങനെ ഇത് വലിയൊരു വിപ്ലവ കൊലപാതകമാക്കി മാറ്റിച്ചു. അതിനുശേഷം റഹീമൊക്കെ എത്രയോ ചാനലിൽ പോയിട്ട് വിങ്ങി പൊട്ടിക്കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ. എന്തിനു കൊന്നു കോൺഗ്രസ് എന്നൊരു വലിയ മുദ്രാവാക്യം തന്നെ ഈ നാട്ടിലുണ്ടായി. കോൺഗ്രസ്സുകാരാണ് ഈ 2 വിപ്ലവകാരികളെ വെട്ടിക്കൊലപ്പെടുത്തി എന്നായിരുന്നു ആരോപണം. കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത സംഭവമാണ്. എന്തുവാട്ടെ, ഞാൻ പറയാൻ വന്നതല്ല, അതിന്റെ വിചാരണ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഈ കാത്തു നിന്ന വിപ്ലവകാരികളെയും പ്രതിയാക്കണം, കൊലപാതക ശ്രമത്തിന് അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണം എന്ന് പിന്നീട് കോടതി വിധിച്ചായിട്ട് ഞാൻ കണ്ടു. ഇപ്പൊ എന്തായി അതിന്റെ വിചാരണ തുടങ്ങി, പ്രതികളെ വെറുതെ വിട്ടു, അതും ശിക്ഷിച്ചോ എന്നറിയില്ല. മിക്കവാറും തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പൊടി പിടിച്ച് കിടക്കുന്ന പല കേസുകളുടെ കൂട്ടത്തിൽ ഒരു കേസായിട്ട് ഇപ്പോഴും അത് ബാക്കി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും
ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായത് മാത്രമല്ല, അതിനെ തുടർന്ന് സഖാക്കൾ വ്യാപകമായിട്ട് പണപ്പിരിവ് നടത്തി. പിരിച്ച പൈസ മുഴുവനും നിങ്ങൾ വിചാരിക്കും പുട്ടടിക്കും. ഇല്ല, പിരിച്ച പൈസ മുഴുവനും രക്തസാക്ഷികളുടെ കുടുംബത്തിന് കൊടുത്തു. അതിൽ ഒരു പങ്കും കേസ് നടത്താൻ വേണ്ടി മാറ്റിവെച്ചില്ല, കൗണ്ടർ കേസ് നടത്താൻ വേണ്ടി മാറ്റിവെച്ചില്ല, സ്മാരകം പണിയാൻ വേണ്ടി മാറ്റിവെച്ചില്ല, വേറെ ഒരാവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചില്ല. പിരിച്ച പൈസ മുഴുവനും സംതപ്ത കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്തു. കാരണം എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരം ഇതിൻ്റെ അടിയിൽ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് കണ്ടുപിടിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ലാൽസ.